പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഒരു ഡോഗിനെ ഗ്രൂമിങ് ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ എത്ര പ്രാവശ്യം ചെയ്യണം, അവനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഗ്രൂമിങ് ചെയ്യുന്ന പ്രൊഫഷണലായിട്ട് ഗ്രൂമിങ് ചെയ്യുന്നവരുണ്ട്. ഗ്രൂമിങ് ആയിട്ട് പലരും ഒരുപാട് പേര് ഇവിടെ ഗ്രൂമിങ്ങിനായിട്ട് കൊണ്ടുവരാറുണ്ട്. നമ്മൾ ഗ്രൂമിങ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ നമുക്കൊരു 40 ദിവസം കഴിയുമ്പോൾ ഡോഗിനെ കുളിപ്പിച്ച് തുടങ്ങാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുന്നേ ആയിട്ട് വളരെ ചെറുപ്രായത്തിൽ കുളിപ്പിക്കുമ്പോഴും തണുപ്പടിക്കും. അതിനെ കറക്റ്റായിട്ട് ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്യുമ്പോഴും അവൻ്റെ ചെവിയിലൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 40 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കുളിപ്പിക്കുമ്പോഴും നന്നായിട്ട് അവനെ ടവലൊക്കെ ഇട്ട് നന്നായിട്ട് തുടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നതും. സാധാരണ ഒരു ഡോഗിനെ കുളിപ്പിക്കുമ്പോൾ കെമിക്കൽ ഓവറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു മിനിമം ഒരു 10 ദിവസത്തിലൊരിക്കൽ ചെയ്യുന്നതിന് തെറ്റില്ല. സാധാരണ വീക്കിലിയിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മളിവിടെ ഗ്രൂമിങ്ങിന് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല. കാരണം ഒരുപാട് കെമിക്കൽ, അതായത് ഡെയിലി പലരും പറയുന്നുണ്ട് നമ്മുടെ ഡോഗിന് നല്ല സ്മെല്ലാണ് കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ ദിവസവും അവനെ കുളിപ്പിച്ചേ പറ്റും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിയർക്കും പോലെ അവർക്ക് വിയർപ്പ് ഗ്രന്ഥി ഇല്ല. അപ്പോൾ അങ്ങനെ അധികമായിട്ടൊന്നുമില്ല, അവരുടെ സ്കിന്നിലില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് വിയർത്തിട്ട് സ്മെല്ല് വരാനായിട്ടുള്ള സിറ്റുവേഷൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കുളിപ്പിക്കുന്നത് സാധാരണ നമുക്കൊരു 10 ദിവസത്തെ. അപ്പോൾ ഇവർക്ക് വിയർപ്പ് ഗ്രന്ഥി എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ശരീരത്തിൽ ഇപ്പോൾ അഴുക്കായി, ഇപ്പോൾ ചെളിയായി, അങ്ങനെയാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് വിടുന്നതിന് കുഴപ്പമില്ല. പക്ഷേ എല്ലാ ദിവസവും ഡോഗിന് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചീപ്പ് കൊണ്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ് എല്ലാ ദിവസവും. കാരണം ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ എന്നോട് പലരും വിളിച്ച് ചോദിക്കാറുള്ളത്, ബ്രഷിങ് ചെയ്യുമ്പോൾ ഒരുപാട് ഹെയറുകൾ ഇങ്ങനെ അവരുടെ ശരീരത്തിൽ നിന്ന് പോകാറുണ്ട്, അത് പ്രശ്നമുള്ളതാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഹെയർ, അതായത് ഡെയിലി ബ്രഷ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് പോകത്തില്ല. കാരണം നമ്മൾ വല്ലപ്പോഴേക്ക് ബ്രഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ബ്രഷിങ് എല്ലാ ദിവസവും ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഒന്ന് മസാജിങ് ചെയ്ത് കൊടുക്കും. ബ്ലഡ് സർക്കുലേഷനൊക്കെ ചെയ്യാനായിട്ട്, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അവരുടെ ബ്രഷിങ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ആ സ്കിന്ന്, അതായത് മുടി പൊഴിഞ്ഞു പോയിട്ട് അവിടെ സ്കിന്ന് കാണാം, അല്ലെങ്കിൽ റെഡ് പാടായിട്ട് വരുന്നു, അല്ലെങ്കിൽ അവിടെ രോമങ്ങളില്ല എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് സ്കിന്ന് കംപ്ലൈൻറ്റിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതല്ല, ഒരുപാട് ഹെയർ പോകുന്നുണ്ട്, പക്ഷേ പകരം അവർക്ക് ഈ സ്കിന്ന് ഒന്നും കാണുന്നില്ല, എല്ലാം കറക്റ്റാണ്, പക്ഷേ ഹെയർ ഒരുപാട് പോകുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമുള്ളതല്ല. സാധാരണ ഓരോ പ്രായത്തിൽ അവരുടെ ഹെയർ പോയിട്ട് നോർമലി പുതിയ ഹെയറുകൾ വരും, അതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഡോഗിനെ നമ്മൾ ഗ്രൂമിങ് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ബോഡിയിലൊരു ഓയിലുണ്ട്. അപ്പോൾ ഓയിലെന്ന് പറയുമ്പോൾ നമ്മൾ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ ഇത് വാഷ് ഔട്ട് ആയി പോകും. അപ്പോഴാണ് ഈ സ്മെല്ല് ഒരുപാട് വരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്നേ ഉള്ളൂ. നമ്മുടെ റോഡുകളിലൊക്കെ മഴയൊക്കെ വരുമ്പോൾ ചെളിയിലൊക്കെ കിടക്കുന്ന ഡോഗ്സ് അടുത്ത ദിവസം നോക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അവരുടെ ബോഡിയിൽ ആ ഒരു ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല, പകരം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതും കാണാം. പക്ഷേ അത് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ബോഡിയിൽ ഈ ഒരു ഓയിലെന്ന് പറയുന്നത് അവരുടെ സ്കിന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിൻ്റെ ബോഡിയിൽ, അപ്പോൾ നമ്മൾ കഴിയുന്നതും മിനിമം ഒരാഴ്ചയിൽ ഒരിക്കൽ കുളിപ്പിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ മാക്സിമം എല്ലാ ദിവസവും ബ്രഷിങ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഇന്നിപ്പോൾ നമ്മുടെ ഗ്രൂമിങ് ചെയ്യുന്ന ഡോഗ്, അപ്പോൾ നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ ഡോഗിനെ കുളിപ്പിക്കുന്നതിനോടൊപ്പം ഹെയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള നല്ല രീതിയിൽ ഹെയർ കട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നെയിൽ കട്ട് ചെയ്തിട്ട് ഇയർ ക്ലീൻ ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് അവരുടെ കുളിപ്പിച്ച് നല്ല രീതിയിൽ ഡ്രയറൊക്കെ ഇട്ട് ഉണക്കി ഒരു ചെറിയ സ്പ്രേ ഒക്കെ അടിച്ച് ആണ് നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കുന്നത്. അതുപോലെ തന്നെ സ്വിമ്മിങ് നമ്മൾ ഇവിടെ ഉണ്ട്. നമ്മുടെ അറിവിൽ കേരളത്തിൽ ഈ ഒരു ഡോഗ്സിന് വേണ്ടി ഇത്രയും വലിയൊരു സ്വിമ്മിംഗ് പൂള് ഉള്ള നമ്മുടെ സ്ഥാപനത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, വന്ന് വിസിറ്റിംഗ് ചെയ്യാം. നിങ്ങളുടെ അനുഭവങ്ങൾ തീർച്ചയായിട്ടും പറയാം.
അപ്പോൾ നമുക്ക് നമ്മുടെ ഡോഗിനെ ഗ്രൂമിങ് ചെയ്യുന്ന ഇതിലോട്ട് നമുക്ക് പോകാം. നമ്മൾ ഡോഗിനെ കുളിപ്പിക്കുമ്പം പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ചെവിയിലൊന്നും വെള്ളം കയറാൻ പാടില്ല. ചിലത് പ്രഷർ ഓസിലടിക്കുമ്പോൾ അവരുടെ ചെവിക്കകത്തൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്നവർ കറക്റ്റായിട്ട് കുളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് നമ്മൾ കുളിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കണ്ണിൽ സോപ്പ് പത വീഴുന്നത്, അതൊന്നും വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മളത് ഓവറായിട്ട് അങ്ങനെ തേക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ആ കണ്ണ് പൊത്തിയിട്ട് വേണം അവരെ നമ്മൾ വാഷ് ചെയ്ത് ഇടാനുള്ളതും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ മൂക്കിനകത്ത് വെള്ളം പോകുന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് അവരുടെ തല എപ്പോഴും കുനിഞ്ഞിരിക്കുക അല്ലെങ്കിൽ താത്ത് വെച്ചിട്ട് വേണം നമ്മൾ തലയിൽ നനയ്ക്കാനായിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ തല പൊങ്ങിയിരിക്കുമ്പോൾ മണ്ടയ്ക്കകത്ത് മണ്ടയിലൊക്കെ വെള്ളം കയറാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് വേണം അത് കുളിപ്പിക്കാനായിട്ട് ഉള്ളതും. അതുപോലെ തന്നെ നമ്മൾ കുളിപ്പിച്ചിട്ട് നമ്മൾ വെയിലത്തൊന്നും കൊണ്ട് കെട്ടാൻ പാടില്ല. കാരണം അത് ബാക്ടീരിയ ഫോം ചെയ്യാൻ ചാൻസ് കൂടുതലാണ്, സ്കിന്ന് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം കഴിയുന്നതും നമ്മൾ നാച്ചുറലായിട്ട് ഇപ്പം കുളിപ്പിച്ചു നമ്മൾ ടവലിട്ട് തുടച്ചു ഡ്രൈ ചെയ്തില്ലെങ്കിൽ പോലും വെയിലത്ത് നിർത്താതെ നോർമലി നിർത്തുന്നതാണ് നല്ലത്. കാരണം നമ്മൾ തുണി ഉണങ്ങാൻ വേണ്ടിയിട്ടേക്കും പോലെ ഡോഗിനെ കൊണ്ട് വെയിലത്തുകൊണ്ട് കെട്ടുക എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ കെട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ വെള്ളം പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാറുള്ളൂ എന്നുള്ളതാണ് എനിക്കറിയാവുന്ന ഭൂരിഭാഗം ആൾക്കാരും പറയാറുള്ളത്. അപ്പം പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോഴും നല്ല ഫോഴ്സിലൊക്കെ പോകുമ്പോൾ അവരുടെ ലങ്സിലൊക്കെ വെള്ളം പോകാൻ ചാൻസാണ്. അതുപോലെ തന്നെ ഓടി നന്നായിട്ട് കിതച്ചിരിക്കുമ്പോഴും ഓസിലൊന്നും വെള്ളം കൊടുക്കാനായിട്ട് പാടില്ല. അത് ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ആർത്തി കൊണ്ട് കുടിക്കുമ്പോഴും ലങ്സിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുളിപ്പിക്കുമ്പോഴൊക്കെ ഓസിട്ടൊക്കെ അടിക്കുമ്പോഴൊക്കെ നമ്മൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ്. തുടർന്നും നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ആഴ്ച നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.